ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കൊലോസ് ലേഖനത്തിൽ നിന്നാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് 3 കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്തുനിന്ന് ചിന്തിച്ചു. 4-മതൊരു വിഷയം 10-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് വളരണം. എങ്കിലും ഞാനത് 2 വിഷയമായി വേർതിരിച്ച് തന്നെ പറയുകയാണ്. ഇപ്പോൾ സൽപ്രവൃത്തികളിൽ ഫലം കായ്ക്കണം. പുതിയ നിയമത്തിൽ തന്നെ വിശ്വാസികൾ കായ്ക്കേണ്ട പലവിധ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് സൽപ്രവൃത്തിയിലുള്ള ഫലം. സൽപ്രവൃത്തികൾക്ക് വളരെ വലിയ ഊന്നലാണ് പുതിയ നിയമം കൊടുക്കുന്നത്. ഇക്കാര്യം മനുഷ്യർക്ക് പൊതുവെ അറിയാം. അതുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ ആവോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നത്. പക്ഷേ ആളുകൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വെച്ചോ, മോക്ഷം അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ സ്വർഗം കിട്ടുമെന്ന് വെച്ചോ ഒക്കെയാണ്. സൽപ്രവൃത്തികൾ നല്ലതാണെന്നും അവ ചെയ്യേണ്ടത് മനുഷ്യൻ്റെ കടമയാണെന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്ത് പാപമോചനം പ്രാപിക്കാമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. പാപിയായ മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തികളൊക്കെ ദൈവം മുമ്പാകെ കറപുരണ്ട തുണി പോലെയാണ് എന്ന് യെശയ്യാവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരുടെ സൽപ്രവൃത്തികളാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളത്? പാപമോചനം പ്രാപിച്ച മനുഷ്യർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ദൈവത്തിന് സ്വീകാര്യവും പ്രസാദകരവുമാണ്. പാപമോചനം പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ? അതിനൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ സ്വീകരിച്ചാൽ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും, അല്ലെങ്കിൽ ആത്മരക്ഷ പ്രാപിക്കും. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവർ നിശ്ചയമായും സൽപ്രവൃത്തികൾ ധാരാളമായിട്ട് ചെയ്യണം. നാം വിശ്വാസികളാണെന്നും അല്ലെങ്കിൽ വിശ്വസിച്ചവരാണെന്നും രക്ഷിക്കപ്പെട്ടവരാണെന്നും ദൈവമക്കളാണെന്നും ഒക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ടിട്ടാണ്. മത്തായി 5:16 1 പത്രോസ് 2:11-12 വാക്യങ്ങളിലും യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഈ വസ്തുതയാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നാം അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും നമ്മുടെ സൽപ്രവൃത്തികളാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാൻ 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇക്കാര്യം നമുക്ക് കാണാം. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ അല്ലെങ്കിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണമെന്ന് പൗലോസ് തീത്തോസിൻ്റെ ലേഖനത്തിൽ പ്രബോധിപ്പിക്കുന്നത്. എല്ലാ വിശ്വാസികളും സൽപ്രവൃത്തികൾ ചെയ്യേണ്ടവരാണ്. നമ്മെ രക്ഷിച്ചത് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫേസ്യർ 2:10 ക്രിസ്തുയേശു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അതാണെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു കാൽവറിയിൽ തൻ്റെ ജീവനെ അർപ്പിച്ചത് അതുവഴി സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വ്യക്തമായിട്ട് ആ കാര്യവും പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അവരുടെ അലങ്കാരം സൽപ്രവൃത്തികളാണെന്നാണ്. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകരുത് എന്ന വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഒക്കെ നമ്മൾ നന്മ ചെയ്യണം. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവിനെക്കുറിച്ച് ഡോക്ടർ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്, അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മൾ വായിക്കുന്നത്. ആ കർത്താവിൻ്റെ മക്കൾ എങ്ങനെയാണ് സൽപ്രവൃത്തികൾ ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുക? ഈ സൽപ്രവൃത്തിയുടെ ഒരു പ്രത്യേകത, നാം മരിച്ചു കഴിഞ്ഞാലും അത് നമ്മെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. തബീതയുടെ സംഭവം നമുക്കറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 9:39 അവൾ ചെയ്ത സൽപ്രവൃത്തികളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുകയാണ് അവളുടെ മരണശേഷം. കർത്താവിൻ്റെ കാലിൽ തൈലം പൂശിയ സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൾ ചെയ്ത നല്ല പ്രവൃത്തിയാണ്, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അതേക്കുറിച്ച് സംസാരിക്കപ്പെടുമെന്നാണ്.
സക്കായുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവൻ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതമാകെ മാറി. പിടിച്ചു മേടിക്കുന്നവൻ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കുന്നവനായി, നന്മ ചെയ്യുന്നവനായിട്ട് മാറി. എന്നാൽ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സൽപ്രവൃത്തികൾ ചെയ്യേണ്ട വിശ്വാസികൾ ഇന്ന് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സൽപ്രവൃത്തികൾ ചെയ്യുന്ന അവിശ്വാസികളാണ്. പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നാൾ നിൽക്കുമ്പോൾ നാം ചെയ്ത സൽപ്രവൃത്തികളെ സംബന്ധിച്ച് കണക്ക് കൊടുക്കേണ്ടി വരും. നാം ചെയ്ത സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യും. പത്രോസ് പറഞ്ഞതുപോലെ, നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. സൽപ്രവൃത്തികളെക്കുറിച്ച് പറയുന്ന അനവധി വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. സൽപ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ അതിനുള്ള മനസ്സുണ്ടാകണം. നമ്മുടെ അധ്വാനവും സമയവും പണവും എല്ലാം ചിലവഴിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് നാം മറ്റുള്ളവർക്കായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെയൊക്കെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അബ്രഹാമും ഇയ്യോബും സദൃശവാക്യങ്ങളിലെ ഉത്തമയായ സ്ത്രീയുമൊക്കെ സൽപ്രവൃത്തികൾക്ക് നല്ല നല്ല മാതൃകകളാണ്. അപ്പോൾ സൽപ്രവൃത്തികൾക്കായി ഉള്ള അവസരങ്ങൾ നാം അന്വേഷിക്കണം. ലഭിക്കുന്ന അവസരങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നല്ല മാതൃകളൊക്കെ നമുക്ക് പിൻപറ്റി ജീവിക്കാം. ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.